അടുത്ത അമിനോ ആസിഡാണ് സെറൈൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ 4 അമിനോ ആസിഡ് ഏതൊക്കെയായിരുന്നു? ഈ ഗ്ലൂട്ടമേറ്റ്, ഗ്ലൂട്ടമൈൻ, പ്രോലിൻ, ആർജിനിൻ, ഈ 4 അമിനോ ആസിഡും ഇതിൻ്റെ 4ൻ്റെയും പ്രിക്കോസർ എന്ന് പറയുന്നത് ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആയിരുന്നു. ഓക്കെ, ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആയിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതാണ്? 3-ഫോസ്ഫോഗ്ലിസറേറ്റ്. ഓക്കെ, 3-ഫോസ്ഫോഗ്ലിസറേറ്റ് പ്രിക്കോസറായിട്ട് യൂസ് ചെയ്ത് സിന്തസൈസ് ചെയ്യുന്ന അമിനോ ആസിഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് വരുന്ന അമിനോ ആസിഡ്സാണ് ഏതൊക്കെ? സെറൈൻ ഉണ്ട്, പിന്നെ ഗ്ലൈസിൻ. ഈ സെറൈൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓക്കെ, ഈ സെറൈൻ എങ്ങനെയാണ്? സെറൈൻ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോക്സി അമിനോ ആസിഡാണ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഓക്കെ, ഈ സെറൈൻ്റെ ഫോർമേഷനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3-ഫോസ്ഫോഗ്ലിസറേറ്റിൽ എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷൻ സംഭവിക്കുക. ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ NAD+ NADH ആയിട്ട് മാറിയിട്ട് എന്തിൻ്റെ ഹെൽപ്പോടുകൂടി? ഫോസ്ഫോഗ്ലിസറേറ്റ് ഡീഹൈഡ്രജനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഹെൽപ്പോടുകൂടി അതെന്തായിട്ട് മാറുന്നു? 3-ഫോസ്ഫോഹൈഡ്രോക്സി പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. ഈ 3-ഫോസ്ഫോഹൈഡ്രോക്സി പൈറുവേറ്റ് എന്ത് ചെയ്യുന്നു? ട്രാൻസാമിനേഷൻ നടക്കുന്നു. എന്താണ് അവിടെ നടക്കുന്നത്? ട്രാൻസാമിനേഷൻ എന്ന് പറയുമ്പോൾ ഗ്ലൂട്ടമേറ്റ് കൺവേർട്ട് ചെയ്ത് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്. ഓക്കെ, അത് എവിടെ നിന്നാണ്? ഈ ഗ്ലൂട്ടമേറ്റ് എവിടെ നിന്നാണ് വരുന്നത്? ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റിൽ നിന്ന്. അപ്പോൾ ആ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആയിട്ട് തന്നെ തിരിച്ചു മാറുക. അപ്പോൾ ആ ഒരു ട്രാൻസാമിനേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നു. ദെൻ 3-ഫോസ്ഫോഹൈഡ്രോക്സി പൈറുവേറ്റ് കൺവേർട്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? 3-ഫോസ്ഫോസെറൈൻ ആയിട്ട് മാറുന്നു. എന്തിൻ്റെ ഹെൽപ്പോടുകൂടി? ഫോസ്ഫോസെറൈൻ അമിനോ ട്രാൻസ്ഫറേസിൻ്റെ ഹെൽപ്പോടുകൂടി. എന്നിട്ട് ആ ഫോം ചെയ്ത 3-ഫോസ്ഫോസെറൈനിൽ H2O പോകും, ഹൈഡ്രോളിസിസ് നടക്കുക. H2Oയുടെ ഹൈഡ്രോളിസിസ് നടന്നു, ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് റിലീസ് ചെയ്യും. ഫോസ്ഫോസെറൈൻ ഫോസ്ഫേറ്റേസിൻ്റെ ഹെൽപ്പോടുകൂടി ആര് ഫോം ചെയ്യും? ലാസ്റ്റ് സെറൈൻ ഫോം ചെയ്യും. ഓക്കെ, അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. അതായത് 3-ഫോസ്ഫോഗ്ലിസറേറ്റിൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ഓക്സിഡൈസ് ചെയ്യുന്നു. ആര് ഓക്സിഡൈസ് ചെയ്യിക്കുന്നത്? ഈ NADP+ ആണ് ഓക്സിഡൈസ് ചെയ്യിക്കുന്നത്. എന്നിട്ട് 3-ഫോസ്ഫോഹൈഡ്രോക്സി പൈറുവേറ്റ് അവിടെ ഫോം ചെയ്യുന്നു. പിന്നെ എന്ത് വരുന്നു? ഈ അതിനകത്ത് ഇൻവോൾവ് ആവുന്ന എൻസൈംസും എല്ലാം നോക്കണം. ഓക്കെ, ഈ ട്രാൻസാമിനേഷൻ നടക്കുന്നു. അപ്പോൾ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത്? ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, പിന്നെ ട്രാൻസാമിനേഷൻ, പിന്നെ ഹൈഡ്രോളിസിസ്. എന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സെറൈൻ ഫോം ചെയ്യുന്നത്. ഇനി അടുത്ത ഈ ഗ്ലൈസിൻ എന്ന് പറയുന്നതില്ലേ, ഈ ഗ്ലൈസിൻ എന്ന് പറയുന്നത് എന്താണ്? ഈ സെറൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ്. ഓക്കെ, ഗ്ലൈസിൻ എന്ന് പറയുന്നത് ഒരു 2 കാർബൺ കോമ്പൗണ്ടും. അപ്പോൾ നമ്മൾ ഈ ഫോം ചെയ്ത ഈ 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള സെറൈനില്ലേ, ഈ 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള സെറൈനിൽ അതിൻ്റെ സൈഡ് ചെയിൻ ബീറ്റ കാർബൺ ആറ്റം, ഓക്കെ, അതിൻ്റെ സൈഡ് ചെയിനിലുള്ള ബീറ്റ കാർബൺ ആറ്റത്തിനെ റിമൂവ് ചെയ്യും. ആരാണ് ഈ റിമൂവ് ചെയ്യുന്നത്? സെറൈൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ്. അതിൽ നിന്നും 2 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ഗ്ലൈസിൻ ഫോം ചെയ്യുന്നു. എങ്ങനെ ഫോം ചെയ്യുന്നു? ഈ 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള സെറൈൻ ഹൈഡ്രോക്സി മീഥൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടി ഈ സെറൈനിലുള്ള ബീറ്റ കാർബൺ ആറ്റത്തിൻ്റെ സൈഡ് ചെയിൻ ഉണ്ട്. ആ സൈഡ് ചെയിനെ അത് ക്ലീവ് ചെയ്ത് കളയും. ദെൻ സൈഡ് ചെയിനെ ക്ലീവ് ചെയ്യുമ്പോഴത്തേക്കും അതെന്തായിട്ട് മാറും? ഗ്ലൈസിനായിട്ട് മാറും. ഒരു 2 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ഗ്ലൈസിനായിട്ട് മാറുന്നു. ഓക്കെ, the bond between alpha and beta carbon atom of serine is labilized by the formation of shift base between serine and PLP. അങ്ങനെയാണ് എന്ത് ഫോം ചെയ്തത്? ലാസ്റ്റ് ഗ്ലൈസിൻ ഫോം ചെയ്യുന്നത്. ഇനി